വയനാട് മേപ്പാടി ബോച്ചി 1000 ഏക്കറിലെ ന്യൂ ഇയർ ആഘോഷം ഹൈക്കോടതി സ്റ്റേ ചെയ്തു എന്ന വാർത്ത തെറ്റാണെന്ന് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ. കലക്ടറുടെ അനുമതിയോടെ പരിപാടി നടത്തണമെന്നാണ് കോടതി നിർദ്ദേശമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. സൺബേൺ ഫെസ്റ്റിൽ ലഭിക്കുന്ന ലാഭം വയനാട്ടിലെ ദുരന്തബാധിതർക്ക് നൽകുമെന്നും ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കി. രണ്ടുപേര് ഇതിനെതിരെ ഈ പരിപാടി നടത്തുന്നതിനെതിരെ ഹൈക്കോർട്ടിൽ പോവുകയും ഹൈക്കോർട്ടിൽ നിന്നുണ്ടായ ഓർഡർ ഇതാണ്, വിധി ഇത് കളക്ടറുടെ പെർമിഷനോടുകൂടി നടത്താം എന്നാണ്. കാരണം അവിടെ ചോദിക്കുകയുണ്ടായി, 26ഓളം ഗ്രൂപ്പുകൾ വയനാട്ടിൽ ഗാനമേളയും മറ്റും നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ബോച്ചെ ഭൂമിപുത്ര ഇങ്ങനെ നടത്തുന്നത് അത് കളക്ടറുടെ പെർമിഷനോടുകൂടി ആകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രോഗ്രാം നടത്തരുതെന്നോ സ്റ്റേ ചെയ്തിട്ടെന്നോ ഒന്നും കോടതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കളക്ടർക്ക് കോടതിയുടെ ഈ നിർദ്ദേശപ്രകാരം അപേക്ഷ വെച്ചിട്ടുണ്ട്. ഇത് നടത്താൻ പെർമിഷൻ തരണം എന്ന്. രാവിലെ പോയപ്പോൾ കളക്ടർ വേറെ മീറ്റിംഗിലാണ്, അപേക്ഷ അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ കളക്ടറെ കാണാൻ പോവുകയാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വയനാട് DTPCയുമായി ചേർന്നാണ് ബോച്ചെ 1000 ഏക്കറിൽ പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ഇലക്ട്രോണിക് ഡാൻസ് ആൻഡ് മ്യൂസിക് ഇവന്റായ സൺഡേ ഫെസ്റ്റ് നടത്തുന്നത്. ഈ പരിപാടിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം മുഴുവൻ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് നൽകാനാണ് തീരുമാനം. ന്യൂ ഇയർ ആഘോഷം ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടില്ലെന്നും ADMന്റെ അനുമതിയോടെ നടത്താൻ അനുവദിച്ചിട്ടുണ്ടെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ ബ്രാൻഡായ സൺബേൺ ആണ് പരിപാടി അവതരിപ്പിക്കുന്നത്, മ്യൂസിക് പ്രോഗ്രാം. അതിലൂടെ ലഭിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ, ആ ലാഭം ഈ വയനാട് ദുരിതം അനുഭവിക്കുന്നവർക്ക്, ലാൻഡ് സ്ലൈഡിങ്ങിലൂടെ ആ ദുരിതം അനുഭവിക്കുന്നവർക്ക് അന്ന് തന്നെ അവിടെ സ്റ്റേജിൽ വെച്ച് നൽകുക എന്നൊരു ഉദ്ദേശമുണ്ട്. തകർന്നുകിടക്കുന്ന വയനാടിന്റെ വിനോദസഞ്ചാര സാധ്യതകളെ ഉയർത്തിക്കൊണ്ടുപോകാൻ തന്നാലാവുന്നത് ചെയ്യുകയാണ് ഉദ്ദേശമെന്നും മറ്റു വിവാദങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കി. ന്യൂസ് മലയാളം, വയനാട്.